വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, തേർഡ് സെമസ്റ്റർ BA എക്കണോമിക്സിന്റെ കോർ പേപ്പർ ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ എക്കണോമിക് അനാലിസിസ് 1 നവംബർ 2022 പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻസർ കീ ആണ് പറയുന്നത്. ആൻസർ മൊത്തമായിട്ട് നമുക്ക് പറയാൻ കുറെ ടൈം എടുക്കും. 3 മണിക്കൂർ എഴുതുന്ന പരീക്ഷ അല്ലേ. ഓക്കെ, ആൻസർ കീ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോ ആൻസറിലേക്ക് പോയി നോക്കാവുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് റേഞ്ച്. പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്. ഹയസ്റ്റ് വാല്യൂ ഇവിടെ 18 വന്നു. 18 മൈനസ് 1 17 എന്ന് നമുക്ക് ആൻസർ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ? ഇത് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ്. സ്ട്രെങ്ത് അസോസിയേഷൻ ബിറ്റ്വീൻ ടു റാങ്ക്ഡ് വേരിയബിൾ. റാങ്ക്ഡ് ആയിട്ടുള്ള വേരിയബിളിന്റെ കോറിലേഷൻ കാണുന്നതിനാണ് നമ്മൾ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ യൂസ് ചെയ്യാറുള്ളത്. അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1 - 6 സിഗ്മ ഡി സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ n into n സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ സ്ട്രെങ്ത് വെച്ചിട്ട് എഴുതാം. കോറിലേഷന്റെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. കോറിലേഷന്റെ വാല്യൂ -1 ആയി കഴിഞ്ഞാൽ നെഗറ്റീവ് കോറിലേഷൻ. അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. കോറിലേഷന്റെ വാല്യൂ 0 ആയാൽ നോ കോറിലേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ ആൻസർ ചെയ്യാം. Explain the concept of adjoint of a matrix. Adjoint of a square matrix is a transpose of is cofactor matrix. Cofactor matrix ന്റെ ട്രാൻസ്പോസ് ആണ്. ഒരു മെട്രിക്സിന്റെ മൈനർ കണ്ട് കൊഫാക്ടർ കണ്ട് ആ കൊഫാക്ടറിന്റെ ട്രാൻസ്പോസിനെ എന്ത് പറയാ? അഡ്ജോയിന്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വേരിയസ് മെട്രിക്സ് ഓപ്പറേഷനിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ വേരിയബിൾ ആൻഡ് കോൺസ്റ്റന്റ്. വേരിയബിൾ എന്ന് നമുക്കറിയാവുന്നതാണ്. വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് പറയുന്നത്? വേരിയബിൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, എക്സ് വൈ ഒക്കെയാണ് നമ്മൾ വേരിയബിൾ ആയിട്ട്. കോൺസ്റ്റന്റ് ആ ഫിക്സഡ് വാല്യൂ ദാറ്റ് ഡു നോട്ട് ചേഞ്ച്. ചേഞ്ച് ചെയ്യാത്തതിനെ എന്ത് പറയാ? കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിജിറ്റ് ഇൻ 2 പവർ 35. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ കണ്ടിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യാ? 2 പവർ 35ന്റെ ലോഗരിതം കാണാം. 35 ലോഗ് 2. അപ്പൊ 35 ഇൻറ്റു ലോഗ് 2ന്റെ വാല്യൂ 0.3010 വരും. എന്തുകൊണ്ടാ 0 എന്ന് ഇവിടെ 2 ആണ് വന്നിട്ടുള്ളത്. സോ അപ്പൊ അതിന്റെ വാല്യൂ 10.535. 10.535 ആയതുകൊണ്ട് നമുക്ക് ഡോട്ടിന്റെ മുന്നേ 11 ഡിജിറ്റ് ഉണ്ടായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ ആന്റിലോഗ് നമ്മൾ കാണുമ്പോൾ നമുക്ക് കിട്ടുക ഇറ്റ് കണ്ടെയ്ൻ 11 ഡിജിറ്റ്. 10 പോയിന്റ് എന്ന് വന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. 10 വന്ന് ഇത് 9 പോയിന്റ് ആണെങ്കിൽ 10 ഡിജിറ്റ് ആയിരിക്കും. അപ്പോ നിങ്ങൾ ലോഗരിതം കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ കാണുക 10.5350. അപ്പൊ ഇതിൽ 10 എന്നാണല്ലോ. അപ്പൊ അതിന്റെ ആന്റിലോഗ് കാണുമ്പോൾ 11 ഡിജിറ്റ് ഉള്ള സംഖ്യ വരിക. ഇവിടെ 3 ആണെങ്കിൽ, വേറെ ക്വസ്റ്റ്യനിൽ 3 ആണെങ്കിൽ എത്ര ഡിജിറ്റ് ആയിരിക്കും? 4 ഡിജിറ്റ് ആയിരിക്കും. 2 ആണെങ്കിൽ 3 ഡിജിറ്റ് ആയിരിക്കും. ഒന്ന് കൂട്ടുക. നമ്മൾ ലോഗ് കണ്ടതിലെ ഈ വാല്യൂ പോയിന്റിന്റെ പുറത്തുള്ള വാല്യൂയിലേക്ക് ഒന്ന് കൂട്ടിയാൽ ആ ഡിജിറ്റ് നമുക്ക് കിട്ടും. വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ഒന്ന്, നോൺ കമ്മ്യൂറ്റേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB നോട്ട് ഈക്വൽ ടു BA. അസോസിയേറ്റിവിറ്റി ആണ് മെട്രിക്സ്. AB ഇൻറ്റു സി ഈക്വൽ ടു A ഇൻറ്റു BC. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂട്ടിവിറ്റി A ഇൻറ്റു B പ്ലസ് C ഈക്വൽ ടു AB പ്ലസ് AC. A പ്ലസ് B ഇൻറ്റു C ഈസ് ഈക്വൽ ടു AC ഇൻറ്റു BC. ഓക്കെ, അപ്പോ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നോട്ട് ഈക്വൽ ആയിരിക്കും. പിന്നെ 3 മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 മൾട്ടിപ്ലൈ അതിലേക്ക് മൂന്നാമത്തെ മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വൽ ആയിരിക്കും. ആദ്യത്തേന് രണ്ടാമത്തെ മൂന്നാമത്തെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇൻറ്റു ചെയ്യുന്നത്. പിന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് A ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് ഇൻറ്റു A ഈക്വൽ ടു A ആയിരിക്കും. എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ് അറിയില്ലേ? ഐഡന്റിറ്റി മെട്രിക്സ് പറഞ്ഞാൽ 1 0 0 0 1 0 0 0 1 ഡയഗണൽ എലമെന്റ് എല്ലാം ഒന്നായ മെട്രിക്സിന് എന്ത് പറയാ? നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുക. ഇനി അടുത്ത് ഗ്രേഡ് ഓഫ് സ്റ്റുഡൻറ് 6
examination 84, 91, 72, 68, 87 and 78. Find the arithmetic mean of the grade. 80. പറയേണ്ട ആവശ്യമില്ല, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് റെക്ടാങ്കുലർ ഹൈപ്പർബോള? റെക്ടാങ്കുലർ ഹൈപ്പർബോള ഈസ് എ ഹൈപ്പർബോള whose asymptotes are perpendicular to each other. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഇങ്ങനെ ആയിരിക്കും ഇത് ഉണ്ടായിരിക്കുക. നമ്മൾ ഡിമാൻഡ് കർവ് ഒക്കെ ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളക്ക് ഉദാഹരണമാണ്. എക്സ് വൈ ഈക്വൽ ടു സി സ്ക്വയർ. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയും. അസിംപ്റ്റോട്ട് ആയിരിക്കും എക്സ് ആക്സിസിനും അസിംപ്റ്റോട്ട് ആയിരിക്കും വൈ ആക്സിസിനും. ഇതിനെന്ത് പറയാം? റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് നമ്മൾ പറയാം. ഇനി വാട്ട് ഈസ് ഡിറ്റർമിനന്റ്? ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മാട്രിക്സിനെ അസോസിയേറ്റ് ചെയ്യുന്ന സ്കാലാർ വാല്യൂ ആണ്. നമുക്കറിയാം ഡിറ്റർമിനന്റ് എ എന്ന് നമ്മൾ ഇതിനെ സൂചിപ്പിക്കാറുള്ളത്. ഓക്കെ, വേണമെങ്കിൽ ഒരു ഉദാഹരണം വെച്ചിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, കഴിയുന്നതിന് നിങ്ങൾ ഉദാഹരണങ്ങൾ വെക്കുക. പോയിന്റ് ഔട്ട് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മോഡ്. മെറിറ്റ്സ് ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. റെപ്രസെന്റ് ദ മോസ്റ്റ് ഫ്രീക്വന്റ് ഒബ്സർവേഷൻ ഇൻ ദ ഡാറ്റ സെറ്റ്. യൂസ്ഫുൾ ഇൻ ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂ. ഇനി ഇതിനെ നമുക്ക് ഡിമെറിറ്റ്സ് ഇതിന്റെ മെനോട്ട് എക്സിറ്റ്, മെനോട്ട് ബി യുണീക്ക്. അത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ബൈ മോഡൽ ഉണ്ടാവും, മൾട്ടി മോഡൽ. കുറെ ചിലപ്പോൾ 2 മോഡുള്ള കേസിനും ചിലപ്പോൾ 3 മോഡുള്ള കേസുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയും ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ട് ഡസ് നോട്ട് കൺസിഡർ ആൾ ഡാറ്റ വാല്യൂസ്. ആൾ ഡാറ്റ വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല. ലെസ് സ്റ്റേബിൾ ഫോർ സ്മോൾ ഡാറ്റ സെറ്റ് കമ്പയർഡ് ടു മീൻ ഓർ മീഡിയൻ. മീനും മീഡിയനും കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ ഡാറ്റ സെറ്റിനാണ് ലെസ് സ്റ്റേബിൾ ആണ്. റൈറ്റ് ഷോർട്ട് ഓൺ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റയുടെ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വലി റെപ്രസെന്റിംഗ് ഡാറ്റ ടു മേക്ക് ഇറ്റ് ഈസി ടു അനാലിസിസ് ആൻഡ് ഇന്റർപ്രറ്റ്. ഹിസ്റ്റോഗ്രാമോ ജീവൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് അതിനൊരു ഹിസ്റ്റോഗ്രാം ഒക്കെ വരച്ചിട്ട് ചെയ്യാവുന്നതാണ്. വാട്ട് ഈസ് സ്കാറ്റർ ഡയഗ്രാം? സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാഫ് യൂസ്ഡ് ടു റെപ്രസെന്റ് റിലേഷൻ ബിറ്റ്വീൻ 2 ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. പെയർഡ് വാല്യൂ എന്ത് ചെയ്യും? നമ്മൾ ഡോട്ടായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തും. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളൊക്കെ എഴുതിയൊക്കെ ഇതിനെന്ത് പറയാ? സ്കാറ്റർ ഡയഗ്രാം എന്ന് നമ്മൾ പറയാം. എക്സ് വാല്യൂസും വൈ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഡോട്ടായിട്ട് അടയാളപ്പെടുത്തുകയാണ് ചെയ്യുക. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഐഡന്റിറ്റി മെട്രിക്സ്. നമ്മൾ പറഞ്ഞു ഡയഗണൽ എലമെന്റ് എല്ലാം ഒന്നായിരിക്കും. ഓക്കെ, ഡയഗണൽ എലമെന്റ് ഒന്നായിരിക്കും കേട്ടോ. ഓക്കെ, ഇത് ഇവിടെ നോക്കുക. ഡയഗണൽ എലമെന്റ് എല്ലാം എന്തായിരിക്കും? ഒന്നായിരിക്കും. 1 1 1 എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടായിരിക്കാം. ഇനി മെട്രിക്സ് ഫൈൻഡ് എ പ്ലസ് ബി. എയും ബിയും പ്ലസ് ചെയ്യുക. 2 + 2 4, 1 + 1 2, 2 + 2 4, 4 + 4 8. ഇതിന് നേരെയുള്ള എലമെന്റുകൾ തമ്മിൽ പ്ലസ് ചെയ്യാം. ഡിഫൈൻ സ്ക്യൂനെസ്സും കർട്ടോസിസും. സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റ് അസിമെട്രി ഓഫ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ സെറ്റ് അറൌണ്ട് ഇറ്റ്സ് മീൻ. മീനിൽ നിന്ന് നമ്മൾ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്ന അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് നെഗറ്റീവ്ലി സ്ക്യൂഡ് ഉണ്ട്, പോസിറ്റീവ്ലി സ്ക്യൂഡ് ഉണ്ട്. നെഗറ്റീവ് സ്ക്യൂഡ് ലെഫ്റ്റിലേക്കായിരിക്കും, പോസിറ്റീവ് സ്ക്യൂഡ് റൈറ്റിലേക്കായിരിക്കും. അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാ സ്ക്യൂനെസ് എന്ന് പറയാ. കർട്ടോസിസ് എന്ന് പറയുന്നത് നമ്മൾ ടേൽഡ്നെസ് ഓർ പീക്ക്ഡ്നെസ് മെഷർ ചെയ്യുന്നതിനുള്ളതാണ് കർട്ടോസിസ് എന്ന് പറയുന്നത്. ലെപ്റ്റോകർട്ടിക് ഉണ്ട്, പ്ലാറ്റികർട്ടിക് ഉണ്ട്, മെസോകർട്ടിക് ഉണ്ട്. മെസോകർട്ടിക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, നോർമലി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും മെസോകർട്ടിക്. ഓക്കെ, ഇതിനെന്ത് പറയാ? മെസോകർട്ടിക്. ഇനി ഇങ്ങനെയുള്ള ഇതിനെന്ത് പറയും? പ്ലാറ്റികർട്ടിക് എന്ന് പറയും. ഇങ്ങനെ ഇതിനെന്ത് പറയും? ലെപ്റ്റോകർട്ടിക് എന്ന് പറയും. ഹൈ പീക്കഡ് ആണെങ്കിൽ ലെപ്റ്റോകർട്ടിക്, ഫ്ലാറ്റ് ആണെങ്കിൽ പ്ലാറ്റികർട്ടിക്, മെസോകർട്ടിക് നോർമൽ ഡിസ്ട്രിബ്യൂഷന് സമായിരിക്കും. ഇതാണ് 2 മാർക്സിന്റെ ക്വസ്റ്റ്യന്. എക്സാമ്പിളുകളൊക്കെ വരച്ചിട്ട് എഴുതുക. 5 മാർക്സിന്റെ ക്വസ്റ്റ്യന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ. നമുക്കറിയാം പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ, ലീനിയർ, നോൺ ലീനിയർ. ഓക്കെ, ഇനി അടുത്ത ലോ ഓഫ് ഇൻഡീസസ് എന്നാണ്. 5a² b into 7a³ b⁴. അതിന്റെ ആൻസർ എന്തായിരിക്കും? 5 × 7 35. a² into a³ എന്തായിരിക്കും? a⁴ നമ്മൾ പഠിച്ചതാണ്. a⁴m into a⁴n is equal to a⁴m + n. അപ്പം 2 + 3 5. ഇവിടെ ബിന്റെ പവർ 1 ആണ്. b 1 + 4 5. ഇനി അടുത്തത് 36 x⁴ 7 y⁴ all divided by 4
4 into x power 6 into y. അപ്പോൾ ഇത് ഡിവൈഡഡ് ബൈ ആണ്. അപ്പോൾ a power m divided by a power n is equal to a power m minus n എന്നാണ്. അപ്പോൾ നമ്മൾ ഇത് പ്രകാരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ വാല്യൂസ് ശ്രദ്ധിക്കുക. 36ൽ 4 എത്ര പോവാ, 9 എത്ര പോവാ, 4 എത്ര പോവാ, 9 തവണ. ഓക്കെ, ഇനി എക്സ് പവർ 7 എക്സ് പവർ 6 ഡിവൈഡഡ് ബൈ ആണ്. അപ്പൊ 7 6 പോയാൽ 1. ഇനി y പവർ 4 y പവർ 1 4ൽ നിന്ന് 1 പോയാൽ 3. അപ്പോ 9x y പവർ 3 എന്ന് ആൻസർ വരും. നെക്സ്റ്റ് റൈറ്റ് ഷോർട്ട് ഓൺ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സുഖമാണ്. എന്താണ് ഡിസ്പേഷൻ എന്ന് എഴുതുക, അബ്സല്യൂട്ട് മെഷർമെന്റ്, റിലേറ്റീവ് മെഷർമെന്റ് എന്ന് എഴുതുക, റേഞ്ച്, ക്വാർട്ടർ ഡിവിഷൻ, മീൻ ഡിവിഷൻ, സ്റ്റാൻഡേർഡ് ഡിവിഷൻ, അതിന്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഒക്കെ ഇത് ഇക്വേഷൻ ഒക്കെ എഴുതി വെക്കാം. What is mean by inverse of the matrix? Point out the important properties of a inverse of matrix. ഇതിന്റെ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകുന്നുണ്ട്. തിയറി ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ദ ഫോളോയിങ് ഡിറ്റർമിനന്റ്. ഈ രണ്ട് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കാണാം. ഒന്നിന്റെ 0 വരും, മറ്റേന്റെ b is equal to -6 വരും. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് കോറിലേഷൻ കോഫിഷ്യന്റ് ബിറ്റ്വീൻ x ആൻഡ് y ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ഇതിന്റെ കോറിലേഷൻ കാണുമ്പോൾ 0.94 എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ദ മീഡിയം ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. മീഡിയം കാണാം. ചില ഇക്വേഷനിൽ h ആയിരിക്കും, ചില ഇക്വേഷനിൽ c ആയിരിക്കും, ചിലതിൽ m ഒക്കെ ഉണ്ടാവാറുണ്ട്. L1 plus L plus n/2 minus CF all divided by f into c എന്ന്. ഇതിന്റെ ആൻസർ 444.44 എന്ന് കിട്ടും. ഇനി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത്തും ഡയറക്ഷനുമാണ്. എന്നാൽ റിഗ്രഷൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ഡിപെൻഡന്റ് വേരിയബിൾ, വൺ ഓർ മോർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഏത് പറയുന്നത്, റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ കോറിലേഷന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു ഡിറ്റർമിൻ വെദർ ഹൗ സ്ട്രോങ്ലി വേരിയബിൾ ആർ റിലേറ്റഡ്. രണ്ട് വേരിയബിൾ തമ്മിൽ റിലേഷൻ എങ്ങനെ ഉണ്ട്, സ്ട്രോങ് ആണോ, അതിന്റെ ഡിഗ്രി ഒക്കെ. എന്നാൽ റിഗ്രഷനിൽ ഉള്ള ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാം ഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിന്. നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് സിമെട്രിക് ആയിരിക്കും കോറിലേഷനിൽ, റിഗ്രഷനിൽ അസിമെട്രിക് ആയിരിക്കും. ഡയറക്ഷൻ ഡസ് നോട്ട് ഇംപ്ലൈ കോസേഷൻ ഓർ ഡിപെൻഡൻസി. കോസേഷനും ഡിപെൻഡൻസിയും ഇതിൽ പറയുന്നില്ല. കോസേഷന്റെ കാര്യം ഏതിൽ പറയുന്നുണ്ട്, റിഗ്രഷനിൽ പറയുന്നുണ്ട്. ഇക്വേഷൻ, നോ സ്പെസിഫിക് ഇക്വേഷൻ ഇൻവോൾവ്ഡ്. അത് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്, പക്ഷെ അതിൽ നിന്നൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വരില്ല. ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആണ് വരിക. റിഗ്രഷനിൽ രണ്ട് ഇക്വേഷൻ ഉണ്ടായിരിക്കും, x1 y-ഉം y1 x-ഉം. ഔട്ട്പുട്ട് കോറിലേഷൻ കോഫിഷ്യന്റിന്റെ വാല്യൂ 6 എന്നാണ് കേട്ടോ. 6ന്റെ വാല്യൂ -1നും +1നും ഇടയിലായിരിക്കും. റിഗ്രഷൻ കോഫിഷ്യന്റ്, സ്ലോപ്പ് കോഫിഷ്യന്റ് നമ്മൾ പറയും. അതിന്റെ പറയല് byx-ഉം എന്താണ് bxy-ഉം ആണ് നമ്മൾ അതിനെ പറയാറുള്ളത്. ഓക്കെ, ഇനി ഇന്റർപ്രിട്ടേഷൻ ഇൻഡിക്കേറ്റ് സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ്. ലീനിയർ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് ആണ് പറയുന്നത്. എന്നാൽ റിഗ്രഷനിൽ ചോസ് ഹൗ ചേഞ്ച് ഇൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അഫക്ട് ദ ഡിപെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിളുള്ള മാറ്റം എങ്ങനെ ഡിപെൻഡന്റ് വേരിയബിളിൽ എഫക്ട് ചെയ്യുന്നു. ടൈപ്സ് ഓഫ് വേരിയബിൾ, ബോത്ത് വേരിയബിൾ ആർ റാൻഡം. ദ ഡിപെൻഡന്റ് വേരിയബിൾ ഈസ് റാൻഡ് ആയിരിക്കും, ബട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആർ ഫിക്സ്ഡ് ഓർ കൺട്രോൾ. യൂസസ് നമുക്ക് റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനാണ്. എന്നാൽ റിഗ്രഷൻ പ്രഡിക്റ്റിംഗ് ഔട്ട്കം. ഇനി നമുക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ലീനിയർ റിഗ്രഷൻ എന്താണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ എസ്റ്റിമേഷൻ പ്രൊസീജിയർ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് OLS, ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർസ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. തിയറിയാണ്. ദ സ്കോപ്സ് ഓഫ് 2 ബാറ്റ്സ്മാൻ A and B in 10 innings during a certain seasons are 28, 47, 63, 71, 39, 10, 60, 96, 14. അപ്പോ ഇതിന്റെ ഇന്നിങ്സിന്റെ സ്കോറാണ്. ബിയും എയും ബിയും രണ്ട് ബാറ്റ്സ്മാൻ. അവർ ഏതാണ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലെയർ? കൺസിസ്റ്റന്റ് ആയ പ്ലെയർ നമ്മൾ കോഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഏറ്റവും ലോ ആർക്കാണുള്ളത് അവരായിരിക്കും കൺസിസ്റ്റന്റ്. സോ ബി ഇസ് എ കൺസിസ്റ്റന്റ് പ്ലെയർ. നമ്മൾ പറയാനില്ലേ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലെയർ. ഓക്കെ, കൺസിസ്റ്റന്റ് പ്ലെയർ എന്ന് പറയുമ്പോൾ ഒരു കളിക്ക് എല്ലാ കളിക്കും ഏകദേശം ഒരേ സ്കോറിനോട് ഉണ്ടാക്കുക. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഉപയോഗിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യല്. കോഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഏറ്റവും കുറവാർക്കാണ്, ബിക്കാണ് 46.29. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, അപ്ലിക്കേഷൻ ഇൻ എക്കണോമിക് അനാലിസിസ്. അതിന്റെ വീഡിയോ
ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ്. ഇതിന്റെ ഇൻവേഴ്സ് കണ്ടു. 11 ഡിവൈഡ് ബൈ 3 -3 1/3 -7 ഡിവൈഡ് ബൈ 3 3 -2 ഡിവൈഡ് ബൈ 3 2/3 -1 1/3. ഇത് നമ്മൾ ഇൻവേഴ്സ് ആദ്യം മൈനർ കാണാം, കൊഫാക്ടർ കാണാം, പിന്നെ അഡിജോയിന്റ് കാണാം, പിന്നെ ഇൻവേഴ്സ് കാണാം. സോൾവ് യൂസിങ് ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കിട്ടും. അതാണ് അവർ കൊടുത്തത്.